Hey everyone, so welcome back to another വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിങ്ക്ഡിൻ എന്നുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ലിങ്ക്ഡിനെ കുറിച്ച് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ബിഗിനറാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏത് ലെവലിലുള്ള ആളാണെന്നുണ്ടെങ്കിലും ശരിക്കും ലിങ്ക്ഡിനെ കുറിച്ച് അടിപൊളിയായിട്ട് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ ലിങ്ക്ഡിൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, ഒരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, കൂടുതൽ ക്ലയൻസിന് കിട്ടാനായിട്ട് ലിങ്ക്ഡിൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് സീക്കറാണ്, നല്ല ജോലി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലിങ്ക്ഡിൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ലിങ്ക്ഡിൻ എന്നുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആക്ച്വലി നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കും. ദാറ്റ് ഈസ് കമ്പയറിംഗ് ടു ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ. ലിങ്ക്ഡിൻ എന്നുള്ളതൊരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ആ സെൻസിൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. സോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ലിങ്ക്ഡിൻ ആക്ച്വലി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ജോലി നോക്കുന്ന ആളുകളെയും ജോലിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്ന ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടായിരുന്നു. ദാറ്റ് ഈസ് പ്യുവർലി ജോബിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടായിരുന്നു ഇനീഷ്യലി എല്ലാ ആളുകളും ലിങ്ക്ഡിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ വെർട്ടിക്കലിലും എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് അച്ചീവ് ചെയ്യണം, ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. ലിങ്ക്ഡിനിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി കോണ്ടന്റ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ആവും, നിങ്ങളുടെ റിസർച്ച് സ്കിൽ ഇംപ്രൂവ് ആവും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ആവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതല്ല, നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ ജേർണിനെ കുറിച്ച്, നിങ്ങളുടെ ഫ്രീലാൻസിങ് ജേർണിനെ കുറിച്ച്, ലെസൺസിനെ കുറിച്ച്, എക്സ്പീരിയൻസസിനെ കുറിച്ച്, എക്സ്പെർട്ടീസിനെ കുറിച്ച് ലിങ്ക്ഡിനിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ത്രൂ നിങ്ങൾക്ക് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുകയും അവിടെ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയും അത് ത്രൂ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് അനദർ ബെനിഫിറ്റ് ഓഫ് ലിങ്ക്ഡിൻ. ദെൻ ഫൈനലി, നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കമ്പനീസിലേക്ക് ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല ജോലി ക്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലിങ്ക്ഡിൻ എന്നുള്ളത്. അതായത് ഫേമസ് കമ്പനീസ് എല്ലാം അവരുടെ ജോബ് ഹയറിങ് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്നുള്ളത്. സോ ആ സെൻസിലും കറൻ്റ്ലി ലിങ്ക്ഡിൻ എന്നുള്ളത് ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. സോ ബേസിക്കലി ഇത് ക്ലിയർ ആണല്ലോ. എല്ലാ സെൻസിലും ആക്ച്വലി നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരിക്കുക എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നൗ linkedin.com പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് അവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷമുള്ളൊരു സ്റ്റെപ്പാണ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഉദ്ദേശം ഉണ്ടായിരിക്കും ലിങ്ക്ഡിൻ ത്രൂ. ഇപ്പം ഞാൻ പറഞ്ഞതിലുള്ള ഏത് ഒബ്ജക്റ്റീവ് ആവാം, ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ സെറ്റപ്പ് ചെയ്യുന്നതാണ് ബേസിക്കലി ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നല്ലൊരു ജോലിയിലേക്ക് ക്രാക്ക് ചെയ്യുക, നല്ല ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിനെ നല്ല ജോലിയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ. സിംപ്ലി നമ്മുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ പ്രൊഫൈലിനെ മാറ്റിയെടുക്കലാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാനർ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, പേര് ഇവിടേക്ക് ആഡ് ചെയ്യുന്നു, ദെൻ നമ്മുടെ ഹെഡ്ലൈൻ എന്നുള്ള ഈ ഒരു പാർട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദാറ്റ് ഈസ്, അത് നമുക്ക് പ്രൊഫൈൽ പിക്ചറിലേക്ക് വരാം. പ്രൊഫൈൽ പിക്ചർ ആക്ച്വലി നിങ്ങൾ ക്യാമറ ഫേസ് ചെയ്യുന്ന ഓവർ ബാക്ക്ഗ്രൗണ്ട് എലിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കുറച്ച് സൂംഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സിൻസ് ഇതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോണ്ട് നിങ്ങളെ പ്രൊഫൈൽ പിക്ചർ സെറ്റപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൂസ് ആൻഡ് ഡോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ഡൂസ് നമ്പർ 1, ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ചർ ആയിരിക്കാൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങൾ നാച്ചുറലി ചിരിക്കുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. നിങ്ങളുടെ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഓവർ വൈബ്രൻ്റ് ആവാതെ ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഡോൺട്സ്, നിങ്ങളുടെ സെൽഫീസ് അല്ലെങ്കിൽ മുടി കുറച്ച് മെസ്സി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോസും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ പ്രൊഫൈൽ പിക്ചർ ഈ രീതിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ലൊരു ബാനർ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ബാനറിൽ ഞാൻ ആളുകൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞുതരാം. ദാറ്റ് ഈസ്, ബാനർ ആക്ച്വലി നമ്മുടെ സർവീസസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ എക്സ്പെർട്ടീസ്, നമ്മുടെ ടാലൻ്റ് ഒക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് ആണ്. പക്ഷേ പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് അവരുടെ പേര്
പേര് തന്നെ ആ ബാനറിൻ്റെ മുകളിൽ വലുതാക്കി അവിടെ എഴുതി വെക്കും. ആക്ച്വലി നമ്മുടെ എക്സ്പെർട്ടീസും ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ പോവാണ്. സോ എപ്പോഴും ബാനർ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻ്റൊക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് എന്നുള്ളത് എൻഷുർ ചെയ്യാം. സോ ഇവിടെ ഞാൻ ആക്ച്വലി ബ്ലൂലിൻ എന്നുള്ള കമ്പനിയാണ് റൺ ചെയ്യുന്നത്. സോ ഞാൻ ഫൗണ്ടേഴ്സിനെ ലിങ്ക്ഡ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ആ രീതിയിലുള്ളൊരു ബാനറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ കംസ് ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നത് അതിൻ്റെ ഫസ്റ്റ് ലൈനാണ്. ദാറ്റ് ഈസ്, ഒരാൾ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ചിൻ്റെ സമയത്ത് തന്നെ അവിടെ ഒരു ഫൗണ്ടർ അറ്റ് ബ്ലൂലിൻ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ സ്റ്റാർട്ടിങ് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്, ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന സാധനം യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹെഡ്ലൈനിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ റോള് പറയാം, ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഫൗണ്ടർ അറ്റ് ബ്ലോലിൻ. സെക്കൻഡ് ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ കീ സ്കിൽ സെറ്റ്സ് പറയാം. ഞാനിവിടെ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ബ്ലോലിൻ എന്നുള്ള ബ്രാൻഡിനെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീ സ്കിൽ സെറ്റ്സ് പറയാം. മേ ബി പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ്, പേഴ്സണൽ ബ്രാൻഡിങ് എക്സ്പേർട്ട് എന്നൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ തേർഡ് ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരുപാട് എഴുതാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ചെറുതായിട്ട്, വളരെ ഷോർട്ടായിട്ട്, വളരെ ക്രിസ്പായിട്ട്, അടിപൊളിയായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നല്ലൊരു ബാനർ ഉണ്ട്, നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഉണ്ട്, നല്ലൊരു ഹെഡ്ലൈൻ ഉണ്ട്. പക്ഷെ വളരെ മൈന്യൂട്ടായിട്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെ URL എന്ന് പറഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും linkedin.com/in/ഷാദ് മുഹമ്മദ് ടി എന്നുള്ളതാണ് എൻ്റെ URL. അത് കുറച്ച് ക്ലീൻ ആണ്. ആക്ച്വലി നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്പേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു URL ആണ് നിങ്ങൾക്ക് കിട്ടുക. മുകളിൽ റൈറ്റ് സൈഡിൽ പെൻസിലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, നേരെ താഴേക്ക് പോവുക, എഡിറ്റ് കോൺടാക്ട് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ URL ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ URLൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ആൻഡ് ഈ URL നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്തുകൊണ്ട് ആ URL ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈ? ഇത് ആക്ച്വലി വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ റിക്രൂട്ടേഴ്സ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ കുറച്ചുകൂടി ലിങ്ക്ഡിനിൽ പ്രൊഫഷണലാണ്, നിങ്ങൾക്ക് കളി അറിയാം എന്നുള്ള ഒരു തോട്ട് അവർക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ദെൻ നിങ്ങൾക്ക് ആക്ച്വലി ലിങ്ക്ഡിനിൽ നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എൻ്റെ കോൺടാക്ട് ഇൻഫോയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലുണ്ട്, എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം, വെബ്സൈറ്റ് ആഡ് ചെയ്യാം, പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാം, ഇമെയിൽ ആഡ് ചെയ്യാം, ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവിടെ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺടാക്ട് ഇൻഫോസ് ഒരാൾക്ക് നിങ്ങളെ കണക്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, സോ നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയും ഇമെയിലും ആവശ്യമായിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, പേഴ്സണൽ ബ്രാൻഡൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോൺടാക്ട് ഇൻഫോ അവിടെ വേണ്ടതായിട്ടുണ്ടായിരിക്കും. സോ കോൺടാക്ട് ഇൻഫോയിൽ നിങ്ങളുടെ ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എബൌട്ട് സെക്ഷൻ എന്നുള്ളത്. എസ്പെഷ്യലി നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ എബൌട്ട് സെക്ഷൻ എന്നുള്ളത് എല്ലാ ആളുകളും ഗോ ത്രൂ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. സോ എബൌട്ട് സെക്ഷൻ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നല്ലൊരു ഹുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ആ എബൌട്ട് സെക്ഷൻ കംപ്ലീറ്റ്ലി വായിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹുക്കിൽ നിങ്ങൾ എബൌട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ലൈൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്നുള്ളത്. ദെൻ സെക്കൻഡ്, നിങ്ങളുടെ ഒരു സ്റ്റോറി, നിങ്ങളുടെ ഒരു ഓവറോൾ ജേർണിനെ വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ദാറ്റ് ഈസ് നിങ്ങൾ എങ്ങനെ മാർക്കറ്റിങ്ങിലേക്ക് എത്തി, നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ മെല്ലെ വരാം. ആൻഡ് നിങ്ങൾക്ക് മേജർ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അതിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അതിൽ നെക്സ്റ്റ് ആയിട്ട് റൈറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എക്സ്പെർട്ടീസും അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട്സ് കാണിക്കുന്ന ഭാഗം ഏറ്റവും അടിയിലായി പോരുത്, കുറച്ചൊക്കെ മുകളിലും. ദെൻ ആ സ്റ്റോറി ടെല്ലിംഗ് വഴി അടിയിലേക്ക് കൂടുതൽ കൊണ്ടുവരികയും ചെയ്യുക. ബിക്കോസ് അടിയിലേക്ക് ആവുന്ന സമയത്ത് പല ആളുകളും അത് മിസ്സായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി റിക്രൂട്ടേഴ്സ് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്കാൻ ചെയ്തു പോകുള്ളൂ, ഈച്ച് ആൻഡ് എവറി ലൈൻ വായിക്കുന്നുണ്ടായിരിക്കില്ല. സോ അതിനനുസരിച്ചിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ അബൌട്ട് സെക്ഷൻ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ അബൌട്ട് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ ഏതൊക്കെ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുക. അതായത് ലിങ്ക്ഡിനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് പല ഫീൽഡ് ഉണ്ട്, ഏത് കമ്പനിയാണ്, ഏത് ഇയറാണ്, അവസാനിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കും. അതിൽ ഏറ്റവും മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അത്ര ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ അതോറിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ പ്രോപ്പർലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ റൈറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. പല ആളുകളും ഈവൻ ദോ ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ആഡ് ചെയ്തതായിട്ട് കാണാറില്ല. നിങ്ങൾ ഫ്രീലാൻസിങ്ങോ പാർട്ട് ടൈമോ ഫുൾ ടൈമോ നിങ്ങളൊരു ഫൗണ്ടറാണോ ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്.
നെക്സ്റ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആൻഡ് നിങ്ങളുടെ വോളണ്ടിയറിങ്. നിങ്ങൾ ഏതെങ്കിലും വോളണ്ടിയറിങ്സ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഉണ്ടോ, ഇത് രണ്ടും പ്രോപ്പർലി അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ കോളേജിലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അത് പ്രോപ്പർലി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് നിങ്ങളുടെ സ്കിൽ സെറ്റ്സ്. ദാറ്റ് ഇസ് മിനിമം നിങ്ങൾ 10 സ്കിൽസ് എങ്കിലും ലിങ്ക്ഡിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പലരും 2, 3, 5 സ്കിൽസ് ഒക്കെ ആഡ് ചെയ്ത് സ്കിൽസിനെ ശരിക്കും വെറുതെ വിടുന്നവരുണ്ട്. ഈ സ്കിൽസ് എന്നുള്ളത് ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ഒരു മേജർ പാർട്ടാണ്. സോ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിനനുസരിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ സ്കിൽ സെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പർലി ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ സ്കിൽസ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷെ പല ആളുകളും ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു സെക്ഷൻ ആണെന്നുള്ളതാണ്. ദെൻ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് പോലുള്ള കുറച്ച് ഘടകങ്ങളും കൂടെ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒബ്ജക്റ്റീവിന് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈല് അവിടെ സെറ്റാണ്. ഓക്കെ, നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒപ്റ്റിമൈസേഷൻ ത്രൂ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ക്ലിയർ ആണ്. ബട്ട് പേഴ്സണൽ ബ്രാൻഡ് ഓർ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ലിങ്ക്ഡിൻ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒപ്റ്റിമൈസേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കോണ്ടന്റ് ഷെയർ ചെയ്യുക എന്നുള്ളതും. ഏത് തരത്തിലുള്ള കോണ്ടന്റാണ് ഷെയർ ചെയ്യേണ്ടത്? യു ഹാവ് 2 ചോയ്സസ്. ഐദർ യു ക്യാൻ ബിക്കം എ കോണ്ടന്റ് ക്രിയേറ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ജേർണി ഒക്കെ ഷെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ റിസർച്ച് ചെയ്ത് കോണ്ടന്റ് കണ്ടുപിടിച്ച് അത് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഷെയർ ചെയ്യാം. ഓർ ഞാനൊരു മാർക്കറ്റർ ആണ് എന്നുള്ള രീതിയിൽ എൻ്റെ ജേർണി, എൻ്റെ എക്സ്പീരിയൻസസ് എനിക്ക് ഷെയർ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. രണ്ടും വർക്കാവുന്ന ഒരു മെത്തേഡാണ് ലിങ്ക്ഡിനെ സംബന്ധിച്ചിടത്തോളം. ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയും നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം എന്നുള്ളത് നല്ലൊരു പ്രൊഫൈലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ജസ്റ്റ് ഫോർ പേഴ്സണൽ ബ്രാൻഡിങ് ഓർ ബിസിനസ്. നിങ്ങളൊരു ജോലി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. റിക്രൂട്ടേഴ്സ് ഹയർ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു മാർക്കാണെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏത് ഫ്രെയിം വർക്ക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒപ്റ്റിമൈസേഷൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 2 AI ടൂൾസ് മേജർലി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുണ്ട്. ദാറ്റ് ഇസ് ഒന്ന് ChatGPT, 2 Claude AI. ഇതിൽ ഏത് AI ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് നിങ്ങൾക്ക് ഫ്രെയിം വർക്ക്സ് ഒക്കെ തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഫ്രെയിം വർക്ക്സ് തരും. സേ ഫോർ എക്സാമ്പിൾ I wanna write a LinkedIn about section, so suggest me 4 frameworks. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രെയിം വർക്ക്സ് നിങ്ങൾക്ക് തരും. അത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. സോ ബേസിക്കലി ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓവറോൾ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നുകൂടി വാച്ച് ചെയ്യുകയും ഇതേ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് അപ്ലൈ ചെയ്യുകയും ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് എന്നെ കണക്ട് ചെയ്യും. ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ എൻ്റെ റെസ്പോൺസ് റിവ്യൂ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ലിങ്ക്ഡിൻ എന്നുള്ളൊരു അടിപൊളി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറൗണ്ട് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും, റിഫൈൻഡ് ആയിട്ട് വരും, നിങ്ങൾ ഗ്രോ ചെയ്യും. കറൻറ്റ്ലി ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. സോ അതിനൊക്കെ നിങ്ങൾ സ്പേസ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ to your friends and family. Thank you so much for watching. We'll see you in the next video.